ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയ്ക്കൊരു വ്യവസായികമായ സിസ്റ്റം ഉണ്ടാകണം. അത് ഇന്ന പാർട്ടിയൊന്നുമില്ല. അവിടെ ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവരെല്ലാം ഭരിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന ഈ ഭക്തർക്ക് സത്യം പറഞ്ഞാൽ പമ്പ മുതൽ മൂക്ക് പൊത്തിപ്പോകേണ്ട അവസ്ഥയാണ്. എല്ലാ വർഷവും ഇത് നടക്കുന്നില്ലേ? ശബരിമല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അസറ്റാണ്. അതിനെ സംരക്ഷിച്ചു നിർത്താൻ അവിടെ വരുന്ന നമ്മുടെ അതിഥികൾ, ഈ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അവിടെ എത്തുന്നുണ്ട്. നമ്മുടെ അതിഥികളാണ്. അവർ ആരെങ്കിലും സന്തോഷത്തോടുകൂടി തിരിച്ചു കൊണ്ട് അയ്യപ്പനെ കാണുന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. വലിയ ഗുരുതരമായ തെറ്റാണ് ശബരിമലയോട് മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യും. എനിക്കൊരു ഒരവസരം തന്നാൽ ആ ശ്രീകോവിൽ അവിടെ നിർത്തി 6 മാസം തന്നാൽ നമുക്ക് തിരുപ്പതി പോലെ ആക്കിയെടുക്കും. കഞ്ചാവുമായി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു, അല്ലെങ്കിൽ MTMA. എല്ലാ ദിവസവും പത്രത്തിൽ വാർത്തയുണ്ട്. കാരിയേഴ്സിനാണ് പിടിക്കുന്നത്. ഏതെങ്കിലും ബിഗ് ഷോട്ട്സിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കുന്നതാണ്. ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായ വീഴ്ച. ഒരു പുതിയ തലമുറയെ വഴിതെറ്റിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ? ഗുരുതരമായ എനിക്ക് നല്ല സംശയം. എന്തുകൊണ്ട് നമുക്ക് തടയാൻ പറ്റുന്നില്ല? ഈ കൊച്ചിയിൽ ഒരു 10,000 പിള്ളേരായിരിക്കില്ല ഇത് ഡെയിലി യൂസ് ചെയ്യും. ഇതിൻ്റെ അവൈലബിലിറ്റി നശിപ്പിക്കാൻ തടയാൻ എന്തുകൊണ്ട് ഗവൺമെൻറ് പറ്റുന്നില്ല? നല്ലൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഒരു ദിവസം അധികാരത്തിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം എനിക്കൊരു നഷ്ടം സംഭവിച്ചു. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തമാശകൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ജഗദീഷ് കുമാർ ഫാനാണ്. എനിക്ക് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തമാശകൾ അത്ര ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഈ പിന്നെയുള്ള സിനിമകൾ വരുമ്പോൾ എല്ലാം എനിക്ക് പപ്പയാണല്ലോ. ഈ നമ്മൾ സിനിമയിൽ കാണുന്ന ജഗദീഷ് കുമാർ അല്ല, ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ ഒരു വേറെ ലെവലാണ്. കഴിവുകൾ അംഗീകരിക്കുവാൻ സമൂഹം അറിഞ്ഞിരിക്കണം. കഴിവുള്ളവരെ മാനിച്ചിരിക്കണം. കഴിവുള്ള ശാസ്ത്രജ്ഞനെയും കലാകാരനെയും കഴിവുള്ള രാഷ്ട്രതന്ത്രജ്ഞനെയും മാനിച്ചെങ്കിൽ, ബഹുമാനിച്ചെങ്കിൽ, ആദരിച്ചെങ്കിൽ, അവരെ അതിനർഹമായ രീതിയിൽ ഉയർത്തിവിട്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉള്ളൂ എന്നുള്ളതാണ്. പാറുവുമായി ഞാൻ ഇഷ്ടമായതിനു ശേഷം ഞാൻ കണ്ടുമുട്ടിയ ഒരു മൊബൈൽ, അത് കോമഡിയായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ എൻ്റെ അമ്മായിമ്മയുടെ വീട്ടിൽ വന്നു. അപ്പോൾ പാറു പറഞ്ഞു, ഇവിടെ വന്ന് പപ്പായ ഒന്ന് കാണണം. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് കിട്ടക്കിടക്കിടയെന്ന് ഇരിക്കുന്നുണ്ട്. ഒന്നാമത് ഇരിക്കുന്ന ജഗതി ശ്രീകുമാറാണ്. ഇങ്ങനെ ഒരു വിഷയം നിൽക്കുന്നു. പുള്ളിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നോട് ഒന്ന് ചോദിച്ചല്ലോ എന്നുള്ളത് നിലവിൽ സംസാരിച്ചു. നോക്കട്ടെ, തീർച്ചയായിട്ടും ഞാൻ PC ജോർജുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. ചായ കുടിച്ചു, അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ, പിന്നെ എല്ലാം ഒരു പുകയായിരുന്നു. പിതാവിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണ് ചോദിക്കുകയാണെങ്കിൽ, നാളെ എന്ത് സംഭവിക്കുമെന്ന് നോക്കാതെ വെട്ടി തുറന്ന് പറയാൻ ഏത് കാര്യം പറയാനും ഒരു മടിയില്ലാത്ത ഒരാളാണ്. അത് പപ്പാടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. കാരണം നാളെ എന്ത് സംഭവിക്കും, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഇതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് എന്തൊരു കുഴപ്പമുണ്ട്, അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളല്ല അപ്പ. ഓപ്പോസിറ്റ് നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ സാർ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ മാണി സാറിനെ കുറിച്ചാണ്. അതെ, അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഗുണവും ദോഷമുണ്ട്. കോട്ടയത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, മധ്യകേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മാണി സാറിൽ നിന്ന് പഠിക്കാൻ ധാരാളമുണ്ട്. ഭാരത സ്ത്രീ അതിൻ്റെ ഡെഫിനേഷനിൽ വായിച്ചാൽ അതാണ് ഏറ്റവും നല്ല ഫെമിനിസ്റ്റ്. അവനവൻ്റെ ചുമതലകളെല്ലാം നിർവഹിച്ച് അവർ പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്ത് സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കുന്ന സ്ത്രീ, അതാണ് യഥാർത്ഥ ഫെമിനിസം. ആ സ്ത്രീ എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് കഞ്ഞിക്കറി ഉണ്ടാക്കി പിള്ളേരെ നോക്കി ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിടേണ്ടതല്ല സ്ത്രീ. കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ യുവശബ്ദവും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഇന്ന് സൈന സത് പ്ലസിൽ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അതായത് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന യുവാക്കൾ സാറിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എനിക്ക് ഒരു വൈഡ് ചോദ്യമാണ്, വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. പക്ഷെ അതൊരു വളരെ ബ്രോഡായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ട ഒരു ചോദ്യമാണ്. നാടിനൊപ്പം നിൽക്കാൻ, നാടിൻ്റെ പൾസ് അറിഞ്ഞ് നിൽക്കാൻ ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും അല്ല ആവശ്യം. നമ്മുടെ ഒരു തലമുറ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു. അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമോ? അവർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമോ? വർഗീയതയില്ലാത്ത യഥാർത്ഥ മതേതരത്വമുള്ള ഒരു നാടിനെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുമോ? അതിന് അവരുടെ പങ്കാളിത്തം ആവശ്യമാണ്. പുതിയ തലമുറ പൊളിറ്റിക്സിനോട് ബേസിക്കലി മുഖം തിരിഞ്ഞിരിക്കുന്നൊരു സമീപനമാണുള്ളത്. പക്ഷെ അവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകണം. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് 42 വയസ്സായി. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ യുവ നിര, ഞാനെങ്ങനെ യുവ എന്ന്. പണ്ടത്തെ കാലത്ത് എൻ്റെയോ മോളുടെയൊക്കെ
അച്ഛന്മാരുടെ സമയത്ത് മധ്യവയസ്കരെന്ന് വേണേൽ പറയാവുന്ന പ്രായമാണ്. അതെ. പക്ഷേ ഇപ്പോഴും ഈ 40-45 അല്ലെങ്കിൽ 50 വരെ ഈവൻ എൻ്റെ അപ്പം പോലും ചെറുപ്പത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്. അതെ. അപ്പം എന്താണ് എൻ്റെ കാര്യം? പുതിയ തലമുറ പൊളിറ്റിക്സിലേക്ക് വരുന്നില്ല, അവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വാട്സപ്പിലെ ലൈക്കും ഷെയറും അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഷെയർ ബട്ടണും അല്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം. അങ്ങനെ ഒരു തലമുറ കടന്നു വരണം. അതാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് റിക്വസ്റ്റ്. പുതിയൊരു തലമുറ ഈ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ ഭാഗമാണ്. അതില്ല, വിമർശനം മാത്രമേ ഉള്ളൂ. അവർക്കിവിടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ള ഓരോ പൊതുപ്രവർത്തനം കടന്നു. അത് അവരുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രയത്നം. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ ആഗ്രഹിക്കും, ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ചെയ്യാറുമുണ്ട്. ഒരുപാട് വർഷം, ഒരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്ര മാറ്റങ്ങൾ വരണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? വലിയ ഇൻഡസ്ട്രീസ്, ഇതൊന്നും കേരളത്തിൽ അത്ര പ്രാക്ടിക്കല്ല. കാരണം കേരളം എന്ന് പറയുന്ന ഒരു സിംഗിൾ സിറ്റിയായി മാറിയിരിക്കുന്നു. ഫ്രം കാസർഗോഡ് ടു ട്രിവാൻഡ്രം, അതുപോലെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ സിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 വിദ്യാസമ്പന്നമായ യുവനിര, 2 ടൂറിസം. 50 കിലോമീറ്റർ ഡയമീറ്ററിനുള്ളിൽ മലനിരകളും ലേക്കുകളും കടലുമുള്ള ഒരു നാട് ലോകത്തെവിടെയില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മളങ്ങനെ ഒരു ബ്രാൻഡാണ്, അങ്ങനെയല്ല. ശരിക്കും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. അതിന് കാര്യം എന്താ? നമ്മൾ വിദേശത്ത് പോകുമ്പോൾ മനസ്സിലാവും. കേരളത്തിൽ എപ്പോഴെങ്കിലും 15 ഡിഗ്രി താഴെ തണുപ്പുണ്ടോ? ഇല്ല. കേരളത്തിൽ എപ്പോഴെങ്കിലും 40 ഡിഗ്രി കൂടുതൽ ചൂടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു നാട് ലോകത്തെവിടെയില്ല. നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോക്കോ, US പോക്കോ, ഓസ്ട്രേലിയ പോക്കോ, എവിടെ പോയാലും എക്സ്ട്രീം ക്ലൈമറ്റ്സ് ഉണ്ട്. ലോകത്ത് എക്സ്ട്രീം ക്ലൈമറ്റ് ഇല്ലാത്ത ഏറ്റവും ഇപ്പം ഞാൻ പറയാം, ഞാൻ മീനച്ചേരി താലൂക്കാരാണ്. ലോകത്തെ ഏറ്റവും ജീവിക്കാൻ നല്ല സ്ഥലം മീനച്ചേരി താലൂക്ക് എന്ന് പറഞ്ഞാലും വിശ്വസിക്കുമോ? ഇത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ ഈ നാടിന് കുറേ പ്രത്യേകതകളുണ്ട്. അത് ഇതുവരെ ഈ നാടിൻ്റെ ഭരണവർഗം മനസ്സിലാക്കിയിട്ടില്ല. രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. IT, ടൂറിസം, അതാണ് നമ്മുടെ ബേസ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക, നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കുക. ഇപ്പം ഞാൻ പറയട്ടെ, ഒന്നുമില്ലാത്ത ദുബായ് ഇന്ന് എവിടെ നിൽക്കുന്നു? 100 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ അവിടെ വന്ന് ജോലി ചെയ്യുന്നു. സെയിം ദുബായിയെ പോലെ തന്നെ UAE പോലെ തന്നെ ഡെവലപ്പ് ചെയ്യാവുന്നൊരു സ്ഥലം. ഈ കൊച്ച് 600 കിലോമീറ്ററിനകത്ത് നമുക്ക് 4 എയർപോർട്ടുകളുണ്ട്. നമുക്ക് വിഴിഞ്ഞവും കൊച്ചിയും ഉൾപ്പെടെയുള്ള ഷിപ്പ്യാർഡുകളുണ്ട്, അല്ലെങ്കിൽ പോർട്ടുകളുണ്ട്. എന്ന് വേണ്ട കേരളത്തിന് ഇല്ലാത്ത എന്താ ഉള്ളത്? എല്ലാം ഉണ്ട്. പക്ഷേ കേരളം ഉദ്ദേശിക്കുന്ന രീതി ഇപ്പോഴും 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിൽ ദിശാബോധമുള്ള ഒരു നല്ല ഭരണാധികാരി ഉണ്ടായാൽ കേരളം ലോകത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നല്ല പ്ലേസായി മാറും. അതിന് ഭയങ്കര പൊട്ടൻഷ്യലാണ് കേരളത്തിൽ. പിന്നെ കൃഷി, ആർക്കും കൃഷി വേണ്ട കേരളത്തിൽ. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ നമ്മളിപ്പോൾ പറയുമ്പോൾ ചേട്ടൻ എനിക്ക് ജോലി തരുമെന്ന് ചോദിക്കും. അതിന് പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 10 വർഷത്തിനുള്ളിൽ കേരളത്തിലേക്ക് കാർഷിക മേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണം നടക്കും. ഇവിടെ നിന്നും വിദേശത്തോട്ട് പോകുന്ന കുട്ടികളെ എടുത്ത് നോക്കിയാൽ 10 ഏക്കറും 15 ഏക്കറും ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിലൊക്കെ കാർഷിക മേഖലയുണ്ട്. അവിടെയൊക്കെ നല്ല ഒരു 5 ഏക്കർ 10 ഏക്കർ സ്ഥലമൊക്കെ ഉള്ള നല്ല അത്യാവശ്യം ഇടത്തരം വീട്ടിലെ കുട്ടികളാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അവർ പറയുന്നത് ഇതിനകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അവർ വിദേശത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ സ്ഥലത്ത് നിന്നും കോർപ്പറേറ്റുകൾ വന്ന് കൃഷി ചെയ്ത് കോടിക്കണക്കിന് രൂപയായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ ശരിക്കും കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. കേരളത്തിൻ്റെ കാർഷിക മേഖല ഞാൻ പറഞ്ഞ ഇതിനകത്ത് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് പറഞ്ഞു. ഞങ്ങളെല്ലാം റബ്ബറിൻ്റെ പുറകെ നടക്കുന്ന, റബ്ബറിൻ്റെ നാട്ടിൽ നിന്നും ജീവിക്കുന്നവരാണ്. റബ്ബറിൻ്റെ വില തകർച്ച എന്നും ചർച്ചയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 100 വർഷം മുമ്പ് മർഫി സാഹിബാണ് 150ഓളം വർഷമായി അദ്ദേഹം ഈ റബ്ബർ ഈ നാട്ടിൽ കൊണ്ടുവന്നു. അന്ന് ഈ നാട്ടിലുള്ള നമ്മുടെ കാർന്നോന്മാർ, എൻ്റെയൊക്കെ വല്യപ്പൻ്റെ അപ്പൻ എന്ന് പറയാം, ആ കാലഘട്ടത്തിൽ അന്ന് തെങ്ങും കവുങ്ങും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് മനസ്സിലായി റബ്ബർ ലാഭമാണ്. അവർ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് കേരളം മുഴുവൻ റബ്ബറായി. റബ്ബറിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. കാരണം റബ്ബറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ധാരാളമായി വരുന്നു. എന്നാലും റബ്ബറിന് ഒരു
ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ റബ്ബറിൻ്റെ വിലയെ ഒരു കാരണവശാലും റബ്ബറിന് വില കയറാൻ മേലാത്ത രീതിയിൽ ആസിയാൻ കരാറിലൂടെ നമ്മുടെ റബ്ബർ മേഖലയെ തകർത്ത് കളഞ്ഞു. ഞാനത് കുറ്റവും രാഷ്ട്രീയവും ഈ ചർച്ചയിൽ അത് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷേ റബ്ബറിൻ്റെ വില കയറ്റുക എന്ന് പറയാൻ ഞാനൊക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കില്ല. അപ്പോൾ നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ട്രോപ്പിക്കൽ പ്ലാന്റ്സ്, നമുക്കൊരു 70-75 ഐറ്റം ഫ്രൂട്ട്സ് കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റും. ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സിനെ നന്നായി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിച്ചാൽ ആധുനിക ടെക്നോളജി കൊണ്ടുവന്നാൽ, ഇസ്രായേലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജി കൊണ്ടുവന്നാൽ നമ്മുടെ റിസോഴ്സസ് വെച്ച് വലിയ രീതിയിൽ കേരളത്തിൻ്റെ, എൻ്റെ ഒരു കൺസെപ്റ്റ്, ദ ഫ്രൂട്ട് വില്ലേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫ്രൂട്ട് വില്ലേജ്, അത് പിന്നീട് ഫ്രൂട്ട് വില്ലേജ് ഓഫ് ദ വേൾഡ് എന്ന് വേണേൽ പറയാവുന്ന രീതിയിൽ കേരളത്തിനെ ഓരോ സെൻറ്റ് സ്ഥലവും ഫ്രൂട്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ പ്ലാന്റ്സിന് ഏറ്റവും നല്ല പ്രദേശം മൂവാറ്റുപുഴ മുതൽ അടൂർ വരെയുള്ള സെൻട്രൽ കേരള ബെൽറ്റ്, എറണാകുളം ജില്ല കുറച്ച്, ഇടുക്കി ജില്ല, നമ്മുടെ കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ലയുടെ ചില പ്രദേശങ്ങൾ, അതുപോലെ നമ്മുടെ പത്തനംതിട്ട ജില്ല. അവിടെയൊക്കെ നിയമം, ഈ പ്ലാന്റേഷനകത്ത് നിയമപരിഷ്കരണം വേണം. പ്ലാന്റേഷനകത്ത് റബ്ബർ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് മാറ്റിയിട്ട് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിന് വേണ്ടി നിയമനിർമ്മാണം നടത്തണം. എന്നിട്ട് തുറന്നു കൊടുത്താൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഫ്രൂട്ട്സ് കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായി, രാജ്യമായി കേരളം മാറും. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ച് സെൻട്രൽ കേരള ബെൽറ്റ് മാറും. അതിലൂടെ ഇപ്പോൾ വിദേശത്തോട്ട് പോയിട്ടുള്ള കുട്ടികളൊക്കെ തിരിച്ച് നാട്ടിൽ വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കൃഷിയോട് ഒരുപാട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കളോട് എനിക്കൊരു കൃഷിക്കാരനാവണം, വലിയൊരു സംരംഭകനാണെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർ വേണ്ട, പഠിച്ച് വേറെ എന്തെങ്കിലും ഒരു സർക്കാർ ജോലി ചെയ്യൂ എന്നായിരിക്കും നമുക്ക് തരുന്ന മറുപടി. ഇത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അതിനൊരു ഗൈഡൻസ്, അതിപ്പം കുട്ടികൾക്കായാലും പാരൻസിനായാലും കൃത്യമായിട്ടൊരു ഗൈഡൻസ് ആവശ്യമല്ലേ? കൃഷിയെ പലരും കാണുന്നത് പാരമ്പര്യമായി കൊണ്ടുനടന്ന കാര്യം കൊണ്ടുനടക്കുന്നത്. കൃഷിയെ വ്യവസായമായി കാണണം. വ്യവസായം എന്താണ്? ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണ് ബിസിനസ്. കൃഷിയെ ആളുകൾ കാണുന്ന അങ്ങനെയല്ല, പാരമ്പര്യമായി നമുക്ക് തന്ന എന്തോ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ. അങ്ങനെയല്ല, കൃഷിയെ വ്യവസായമായി കാണണം. അത് ലാഭം ഉണ്ടാക്കണം. അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യല്ല. നമ്മളൊരു മരം വെച്ചിട്ട് പോവാണ്, ആ മരത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ശരിക്കും ഒരു റംബൂട്ടാൻ, ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം, നമ്മുടെ വീട്ടിലും ചിലപ്പോൾ റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ റംബൂട്ടാൻ വെക്കുന്നുണ്ട്. ഈ റംബൂട്ടാൻ എന്ന് പറയുന്ന സാധനത്തിന് 18 എന്ന് പറഞ്ഞ ഒരു 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 വളമുണ്ട്. ആ വളം 40 ദിവസം കൂടുമ്പോൾ 50 ഗ്രാം ഇട്ട് കൊടുക്കണം. ഈ 50 ഗ്രാമിന് 1.5 രൂപ ചിലവുള്ളൂ. ഇപ്പോൾ വളം ഇടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ നോക്കിയോ വലിയ കാശ്, സാമ്പത്തികം. ട്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് കൊടുക്കണം. ഈ 1.5 രൂപയുടെ വളം ഒരു വർഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി 30 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ പോലും പരമാവധി നമുക്കാകുന്ന തുക 18 രൂപയാണ്. ഒരു വർഷം 18 രൂപ ചിലവുള്ളൂ. അവിടെ നല്ല വെള്ളം കൂടെ കൊടുത്താൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ സാധാരണ മുള്ള വീട്ടിൽ ഇപ്പോൾ ഒരു 20 കിലോ റംബൂട്ടാൻ കിട്ടുന്നുണ്ടെങ്കിൽ 18 രൂപയുടെ വളവും വെള്ളവും കൃത്യമായി കൊടുത്താൽ ആ 20 കിലോ എന്നുള്ള 200 കിലോ കിട്ടും. അപ്പോൾ അത് വ്യാവസായികമായി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ പ്രൊഫഷണലൈസ് ചെയ്യണം കൃഷിയെ. അപ്പം നമ്മുടെ പരമ്പരാഗതമായ നമ്മുടെ കാരണവന്മാരും ഒക്കെ ഒന്നെങ്കിൽ റബ്ബർ വെച്ചിട്ട് പോയാൽ പിന്നെ 2 വർഷം ചീക്കെടുത്താൽ മതി, പിന്നെ വേറെ ഒന്നുമില്ല, പിന്നെ വെട്ടാൻ പറ്റുന്നാൽ മതി. ഇതങ്ങനെയല്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇസ്രായേലിൻ്റെ കാര്യം. ഇസ്രായേലിൽ ഒരു മരം പൂക്കുമ്പോൾ ആ പൂ എത്ര എണ്ണം ഉണ്ടെന്ന് അവർ കൃത്യമായി മോണിറ്ററൈസ് ചെയ്ത് ആ പൂവിനെ സംരക്ഷിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ അവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഈ എസ്റ്റിമേറ്റ് വെച്ച് അവർ മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്ഷൻ അപ്പോഴേ വിലയിരുത്തി അതിൻ്റെ വില ഫിക്സ് ചെയ്യും. എന്നിട്ടാണ് പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇതിനെ വ്യവസായവൽക്കരിക്കണം. മനസ്സിലായില്ലേ? ഇത് പ്രോഫിറ്റബിൾ ആണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിള്ളേർ ഇവിടെ വന്ന് നിന്ന് ചെയ്യും. ഇപ്പോഴത്തെ പുതിയ കുട്ടികളെ ഇപ്പം പണം സമ്പാദിക്കുന്നത്, അതിപ്പം സോഷ്യൽ മീഡിയയിലാകാം, ഇതുപോലെ ബിസിനസ് രംഗങ്ങളിലാവാം, പണം സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ എവിടെയും പണം എങ്ങനെ ചിലവാക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആരും പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അതിപ്പോൾ സ്കൂൾ തലത്തിലാണോ, എവിടെ നിന്നാണ് ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു പഠനം കൊടുക്കേണ്ടത്? അത് ഓരോരുത്തരുടെ മനസ്സല്ലേ. അപ്പം ഞാൻ ബേസിക്കലി നല്ലൊരു ഉലുന്തനാണ്. കാരണം ഞാൻ അനാവശ്യമായിട്ട് പലം ചിലവാക്കില്ല. അതെന്നെ സംബന്ധിച്ച് ഞാൻ പൊതുപ്രവർത്തനം ആയതുകൊണ്ടാണ്. കാരണം എനിക്കൊരു 500 രൂപയുടെ വില നന്നായിട്ട് അറിയാം. എന്നെ സമീപിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നെ സമീപിച്ച് നിരവധി ആളുകൾ ക്യാൻസർ രോഗമായിട്ടും അല്ലാത്ത രോഗമായിട്ടും കുട്ടികളുടെ പഠന ആവശ്യമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഞാനൊരു 500 രൂപ ഒരാൾക്ക് കൊടുത്താൽ അയാൾ ഒരു ദിവസം സന്തോഷമായിട്ടിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആ 500 രൂപ അനാവശ്യമായിട്ട് ചിലവഴിക്കാൻ എനിക്ക് തോന്നില്ല. കാരണം എനിക്കറിയാം 500 രൂപയുടെ വില എന്താണ്.
എനിക്കല്ല, ഞാൻ കൊടുക്കുമ്പോൾ മറ്റൊരാളത് എങ്ങനെ ഇവരെ 1000 രൂപയ്ക്ക് ഒരു മാസം ജീവിക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം വ്യക്തിപരമായി. 1000 രൂപയുടെ അരിയും സാധനവും മാത്രം മേടിച്ച് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങൾ എനിക്കറിയാം. ഒരു മാസം 2000 രൂപയുടെ ചികിത്സാ സഹായം കിട്ടിയാൽ മാത്രമേ കുടുംബം മുമ്പോട്ട് പോവുള്ളൂ. അങ്ങനെ ജീവിക്കും. ഞാൻ പറയല്ലേ, 3000 രൂപ 4000 രൂപയിൽ ഒരു മാസത്തെ ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് നിൽക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അത് ഈ കുട്ടികൾക്ക് അറിയില്ല. ഞാൻ ജനങ്ങളുടെ അടുത്തിട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പൊതുപ്രവർത്തകനായി മാറിയതിന് ശേഷമാണ് എന്താണ് പൈസയുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ചുറ്റുമുള്ള സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണുമ്പോഴല്ലേ നമുക്കത് തിരിച്ചറിയുള്ളൂ. അപ്പോൾ ഒരു പുതിയ തലമുറ കിട്ടുന്ന കാശ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് നമുക്ക് എങ്ങനെ കുറ്റം പറയുന്നു? മനസ്സിലായില്ല. അവർക്കത് അറിയില്ലാത്തതുകൊണ്ടാണ്. അത് ഒരു പ്രായം കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും. ഇപ്പം എൻ്റെ ജനറേഷനിലുള്ള ആളുകൾ പറയുന്നത്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആയിരിക്കണം. അതാണ് എല്ലാവരും മരിക്കുന്ന ദിവസം എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആയിരിക്കണം എന്നാണ് എല്ലാവരുടെ കൺസെപ്റ്റ്. കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ പണം കണ്ടെത്തി വെക്കുക, അവരെ സേഫ് ആക്കുക, ആ കൺസെപ്റ്റൊക്കെ പോയി. അവനവൻ അധ്വാനിച്ചാൽ ജീവിക്കുക. അത് ആ യൂറോപ്യൻ കൾച്ചർ ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ കേരളത്തിലേക്ക് ആയെന്നുള്ളേ ഉള്ളൂ. പക്ഷേ യൂറോപ്യൻസിന് ഇതൊക്കെയാണെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. എന്ത് കാര്യത്തിന് അവരുടെ, ഇപ്പോൾ ഞാൻ പറയട്ടെ, അവർ വെള്ളിയാഴ്ച ശനിയാഴ്ച അടിച്ചു പൊളിക്കും. ഞായറാഴ്ച ദിവസം അവർ അടുത്ത ആഴ്ചയുടെ പ്രിപ്പറേഷൻസ് ആവും. തിങ്കളാഴ്ച ദിവസം അവർ കൃത്യമായി ജോലിക്ക് പോകും. ഇവിടെ അങ്ങനെയല്ല, അടിച്ചുപൊളി മാത്രമാണ്. അങ്ങനെ ഒരു പ്രശ്നം അത് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. നമ്മൾ ആ കൾച്ചറിലേക്ക് വന്നു. ഇനി അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ നല്ല വശത്തേക്ക് വരും. അതിനൊരു ഈ പറഞ്ഞേ 1-2 വർഷം കൊണ്ടൊക്കെ ആ ഒരു മാറ്റം ഉണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു കൈവിട്ട പോക്കാണ്. നമ്മുടെ ജൻസിയും നമ്മുടെ യൂത്തും ഒക്കെ ഒരു കൈവിട്ട പോക്കാണ്. ഈ ഒരു സ്വാതന്ത്ര്യം എവിടെ നിന്നൊക്കെയോ കിട്ടി, അതിൻ്റെ ഒരു പുറയുള്ള ഓട്ടപ്പാച്ചിലാണ്. പക്ഷേ ഒരു നമ്മളൊക്കെ കുറേ ദിവസം ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അടിച്ചു പൊളിച്ച് തലയും കുത്തി മറിഞ്ഞ് നടന്ന് കുറച്ച് ദിവസം കഴിയുമ്പം അമ്മ, അപ്പൻ, കുടുംബം എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് എവിടെയെങ്കിലും വർക്കട്ടോ. പിന്നെയും പയ്യെ വന്നിരുന്ന് പഠിക്കും. അങ്ങനെയാണല്ലോ ജയിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ ജനറേഷന് അത് റിയലൈസ് ചെയ്യും വലിയ താമസമില്ലാതെ. എങ്ങനെ ജെൻസി കുട്ടികളെ കാണുന്ന ഒരു കാഴ്ചപ്പാട് എങ്ങനെ? ഒരു രക്ഷയില്ല. ഇവന്മാരെന്താ ചിന്തിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക്. കാരണം പക്ഷേ ഇവരോട് നമ്മൾ സംസാരിച്ചാലുണ്ടല്ലോ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളാണെങ്കിൽ ഭയങ്കര മെച്യൂർഡായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പം ഇവരുടെ ഒരു ചിന്ത, ഇവരുടെ ഒരു എന്നാ പറയുന്നത്, ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊന്നും നമുക്ക് ഈവൻ തനിക്ക് പോലും മനസ്സിലാക്കി. ചില വാക്കുകൾ പ്രയോഗം അതൊക്കെ രസമാണ്. കുറേ സമയം എൻ്റെ മോള് വരെ ആ ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പം വേറെ ലെവലും മോനെ. എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്നിട്ടൊരു പറയും, മോനെ വേറെ ലെവലാ. ഇത് കേൾക്കാൻ രസമാണ്. ആദ്യമൊക്കെ ദഹിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ആ ജനറേഷൻ്റെ ഭാഗമാണ്. നമ്മളത് അംഗീകരിക്കണം. അവരുടെ സ്പേസ് കൊടുക്കണം. അവർ ഡെവലപ്പ് ചെയ്യട്ടെ, അവരുടെ സ്പേസിൽ തന്നെ അവർ ഡെവലപ്പ് ചെയ്യട്ടെ. ആ കുട്ടികൾ തെറ്റ് കണ്ടാൽ ചൂണ്ടി കാണിക്കുക, ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ തടയുക, അത്രേ ഉള്ളൂ. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സ്കൂൾ കാലഘട്ടത്തിലായാലും കോളേജ് കാലഘട്ടത്തിലായാലും ഏറ്റവും കൂടുതൽ നമ്മൾ വാർത്തകളിൽ കാണുന്നത് ഡ്രഗ്സ് ഉപയോഗം. അത് ഡെയിലി ഒരു വാർത്തയെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു പ്രവർത്തകനാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അതിനകത്ത് മിനിഞ്ഞാന്ന് ഞാൻ എന്നും വൈകുന്നേരം വരുമ്പോൾ ഞാനവിടെ ഒരു കടയുണ്ട്. ഞാനവിടെ കയറിയൊരു നാരങ്ങളെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഒരു 35 വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ, അവൻ പൂസാണ്. ചേട്ടാ എന്ന് വിളിച്ച്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു, എന്നാണ്ട് ഇവനെ വിശേഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവന് ഇച്ചിരി പൂസാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമസ്കാരം എന്നൊക്കെ പറഞ്ഞങ്ങ് മാറി. അപ്പോൾ ഇവൻ എൻ്റെ പുറകെ വന്നു. എൻ്റെ പുറകെ വന്നിട്ട് എന്നോട് മിണ്ടാതെ പോയി. അതിലൊന്നും ഞാൻ പുറത്ത് ഒരു ഫോൺ വന്നപ്പോൾ മാറി നിന്നാണ്. പിള്ളേരെല്ലാം അലമ്പാട്ടോ. ഇയാൾ നല്ല പൂസാണ്. എന്നിട്ട് പിള്ളേരെല്ലാം അലമ്പാണ്. എന്ത് പറ്റി? പറഞ്ഞ് ഇതെല്ലാം കഞ്ചാവ് പിള്ളേരാണ്. ഇങ്ങനെ വിമർശിക്കുക. അവിടെ കുറച്ച് പിള്ളേർ നിൽപ്പുണ്ട്, ഇതേ കഞ്ചാവ് പിള്ളേരാണ്. ഞാൻ പറഞ്ഞു ഉത്തരം ഉണ്ടോ? അങ്ങനൊന്നും വരികയല്ല. അല്ല, ഇമാർക്കിപ്പോൾ കഞ്ചാവും വേണ്ട, മറ്റേ സാധനമാണ്. ഏതാ? പൊടിയാണ്, പൊടി. ഇവിടെയോ? എൻ്റെ പൊന്നു ചേട്ടാ, കഞ്ചാവെന്ന് പറഞ്ഞാൽ അത് ഞാനിപ്പോൾ വലിച്ചിട്ട് നിൽക്കുകയാണല്ലോ. അതും കളിപ്പീരാന്ന്. അതിനകത്തെല്ലാം മറ്റേ ചപ്പ് ചവറൊക്കെ, അതൊന്നും കിട്ടുന്നില്ല. ഇവിടെ സുലഭമാണ്, ഇഷ്ടംപോലെ സാധനമുണ്ട്. അപ്പം ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഈ എന്നെന്തോ പറയുന്ന ഒരു പ്രൊഡക്റ്റുണ്ട്. അതും കഴിഞ്ഞിട്ട് വേറെ എന്തോ തലത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഇതൊന്നും ഇപ്പം ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന
പണ്ട് കേട്ടിട്ടുണ്ട് ഇടുക്കി ഗോൾഡ്, ഇടുക്കിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചാവിനെ കുറിച്ച്. ഈവൻ വിദേശ രാജ്യങ്ങളിൽ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വരെ ഉണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കേരള സംസ്ഥാനത്ത് 1 സെൻറ്റ് സ്ഥലത്തിൽ പോലും കഞ്ചാവ് കൃഷി ചെയ്യുന്നില്ല, ഗ്യാരണ്ടി. കാരണം പണ്ട് ഉൾവനങ്ങളിലൊക്കെ ഉണ്ട്, ഇപ്പോൾ വേറെ ഫോറസ്റ്റൊക്കെ അതുപോലെ ഇതാണ്. ഒരു സെൻറ്റ് സ്ഥലത്ത് പോലും കഞ്ചാവ് കൃഷി ചെയ്യുന്നില്ല. പിന്നെ കേരളത്തിൽ എങ്ങനെ എത്ര കഞ്ചാവ് എത്തുന്നത്? ഇവിടുന്ന് പുറത്തോട്ടിറങ്ങി 1 മണിക്കൂർ കറങ്ങിയാൽ സുലഭമായി എറണാകുളത്ത് കഞ്ചാവ് കിട്ടും. ഈ നാർക്കോട്ടിക്സ് മറ്റ് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ എന്തോ പൊടി പോലെ കുറേ സാധനങ്ങളുണ്ട്, എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ലോ. എങ്ങനെ ഇത് വരുന്നത്? നമ്മുടെ ബോർഡർ, ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായ വീഴ്ചയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായ വീഴ്ചയും ഒരു പുതിയ തലമുറയെ വഴിതെറ്റിക്കാനുള്ള ആസൂത്രിതമായ ശ്രമവും ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഇതിൻ്റെ അവൈലബിലിറ്റി കൺട്രോൾ ചെയ്യാൻ ഇത്രയും സംവിധാനമുള്ള പോലീസ്, കേരള പോലീസ് അത്ര മോശമൊന്നുമല്ല, നല്ല എഫിഷ്യൻറ്റ് ഫോഴ്സാണ്. ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനങ്ങളെ നമ്മുടെ എത്ര ബോർഡറുണ്ട് നമുക്ക്? കുമളി ബോർഡർ, പാറശാല ബോർഡർ, കാസർഗോഡ് ബോർഡർ, പാലക്കാട് ബോർഡർ, ഇത്ര ബോർഡറുകളുള്ളൂ. ഇത് ഇത്ര സുലഭമായി ഈ ബോർഡർ വഴി തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ട് നമുക്ക് തടയാൻ പറ്റുന്നില്ല? ഈ കൊച്ചിയിൽ ഒരു 10,000 പിള്ളേരായിരിക്കില്ല ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അവൈലബിലിറ്റി നശിപ്പിക്കാൻ തടയാൻ എന്തുകൊണ്ട് ഗവൺമെൻറ് പറ്റുന്നില്ല? നല്ല ഒരു ഭരണാധികാരി ഉണ്ടായാൽ ഒരു ദിവസം മതി കേരളത്തിൽ, ഒരേ ഒരു ദിവസം കൊണ്ട് ഇതപ്പം ഇതിങ്ങനെ നടന്നോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ്. പേരിന് അവിടെ എവിടെ ആരെയാണ് പിടിക്കുന്നത്? കഞ്ചാവുമായി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു, അല്ലെങ്കിൽ MTMA എല്ലാ ദിവസവും പത്രത്തിൽ വാർത്തയുണ്ട്. കാരിയേഴ്സിനാണ് പിടിക്കുന്നത്. ഏതെങ്കിലും ബിഗ് ഷോട്ട്സിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ പിള്ളേർ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ കാരിയറാവും. അത് ചിലപ്പം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും അവൻ്റെ അസൈൻമെൻറ്റ്. ആ പാവപ്പെട്ട ചെറുക്കൻ വർഷങ്ങൾ ജയിലിൽ പോയി കിടക്കും. ഇത് ഉൽപ്പാദിപ്പിച്ചവൻ പിടിക്കപ്പെടുന്നില്ല. അവനെ ചോദ്യം ചെയ്ത് ഉൽപ്പാദിച്ച സ്ഥലത്ത് പോയി റെയ്ഡ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് എവിടെ നിന്ന് കിട്ടിയവന്? ആ കിട്ടിയ ആളെ പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് ആർക്കും കൊണ്ട് കൊടുക്കാൻ പോയെന്നു അവൻ്റെ സ്ഥലം റെയ്ഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അപൂർവമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല. നല്ല ഇച്ഛാശക്തിയുള്ള ഒറ്റ മുഖ്യമന്ത്രി വന്നാൽ 24 മണിക്കൂർ വേണ്ട കേരളം ക്ലീൻ ആകാൻ. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ BJPയുടെ ഭാരവാഹി എന്നതിൽ പറയുകയാണ്, നിങ്ങൾ അധികാരത്തിലെത്തിയാൽ പിന്നെ 24 മണിക്കൂർ ഈ സാധനം കേരളത്തിൽ കാണില്ല. ഇപ്പം ഇത് വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ +2 പിള്ളേർ, 8, 9, 10 ആ റേഞ്ച് വരെ പിള്ളേർ ഇത് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഷോൺജി ഒരു മകനാണ്, ഹസ്ബൻഡാണ്, അച്ഛനാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മുടെ ഫാമിലി ലൈഫ് മിസ്സായി പോകാറുണ്ട്. എങ്ങനെയാ അത് ബാലൻസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ അവസ്ഥ അറിയാലോ, പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ ഇപ്പോൾ എനിക്ക് ഓഫീസിൽ പോലും എനിക്ക് പോകാൻ പറ്റാറില്ല. എങ്കിലും എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്നാണ് അൾട്ടിമേറ്റ് എയിം. ഇപ്പം വീട്ടിലെങ്ങനെയും എത്തണമെന്നാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലുമൊക്കെ ഞാൻ വീട്ടിൽ എത്താറുണ്ട്. പക്ഷേ വീട്ടിലെത്തിയാലുള്ള പ്രശ്നം രാത്രി വരും, രാവിലെ പോകും എന്നുള്ളതാണ്. വീട്ടിലെ അടുത്ത അതുപോലെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ചടങ്ങുകളിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പിന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം എൻ്റെ സാഹചര്യം ഇതാണ്, അങ്ങനെ ആർക്കും പിണക്കമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒത്തിരി നല്ല സമയം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മക്കളുമായിട്ടുള്ള ഒരു സമയം. അമ്മ ഇപ്പോൾ രാവിലെ എന്നെ പിടിച്ചിരുത്തും, നിന്നോട് 5 മിനിറ്റ് സംസാരിക്കണം, അവിടെ ഇരിക്കാൻ പറ്റും. ഇനി ഇരുത്തിയാണ് എന്നെ ഇന്ന് രാവിലെ എന്നെ പിടിച്ചിരുത്തി, ഇന്ന് കുറച്ച് കാര്യം സംസാരിക്കണം, അവിടെ ഇരിക്കാൻ പറ്റും, കുറച്ച് ഞങ്ങളുടെ കൂടെ ഒന്ന് സംസാരിക്കുമെന്നൊക്കെ. ഇപ്പം ഫെമിനിസത്തിനെ കുറിച്ച് അത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം സ്ത്രീകൾക്കാണ് കൂടുതൽ നിയമങ്ങൾ, മീൻസ് അവർക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ കൂടുതലായിട്ടും അനുയോജിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർക്ക്, ഇപ്പോൾ കഴിഞ്ഞ വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചുറ്റിപ്പറ്റി എപ്പോഴും വാർത്തകളും സംസാരങ്ങളും ഉണ്ടാവും. ഷോൺ ജോർജിൻ്റെ അഭിപ്രായത്തിൽ ഫെമിനിസ്റ്റിൻ്റെ കാഴ്ചപ്പാടെന്താണ്? ഭാരത സ്ത്രീ അതിൻ്റെ ഡെഫിനേഷനിൽ വായിച്ചാൽ അതാണ് ഏറ്റവും നല്ല ഫെമിനിസ്റ്റ്. സ്ത്രീ എന്ന് പറയുന്ന വ്യക്തി, അവർക്ക് ഈ സമൂഹത്തോട് ചില കടമകളുണ്ട്. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, സഹോദരിയാണ്. എത്രയോ നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവനവൻ്റെ ചുമതലകളെല്ലാം നിർവഹിച്ച് അവർ പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്ത് സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കുന്ന സ്ത്രീകൾ. അതാണ് യഥാർത്ഥ ഫെമിനിസം.
അല്ലാതെ അവനവൻ്റെ വീഴ്ചകളും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളും ഒന്ന് ഒളിച്ചോടിയിട്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് മാത്രം പറയുന്നവരെ അല്ല ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീക്ക് ഇപ്പോൾ പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ തയ്യാറാകാതിരിക്കുന്നു, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകാൻ തയ്യാറായിരിക്കുന്നു. 50 കൊല്ലം പെണ്ണുങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ലോകമില്ല. മനസ്സിലായില്ലേ? കുടുംബം എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഏറ്റവും മുഖ്യമായ ഘടകം സ്ത്രീകൾ തന്നെയാണ്. ആ സ്ത്രീ എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് കഞ്ഞിക്കറി ഉണ്ടാക്കി പിള്ളേരെ നോക്കി ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിടേണ്ടതല്ല സ്ത്രീയെ. സ്ത്രീക്ക് അവളുടെ അവകാശങ്ങളുണ്ട്, അവരുടേതായ ചിന്താഗതിയുണ്ട്, അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടാകണം. അവർക്ക് അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസ് ആണുങ്ങൾ കൊടുക്കണം. അത് കൊടുക്കാത്തിടത്താണ് ആ പുരുഷൻ തെറ്റ് ചെയ്യുന്നത്. അവർക്ക് ആ സ്പേസ്, അത് ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും നന്നായിട്ട് കാണുന്നത്. ഞാനും പരമാവധി ഫോളോ ചെയ്യാൻ ശ്രമിച്ചത്. അമ്മ എല്ലാ ജോലികളും കഴിഞ്ഞ് അമ്മയ്ക്ക് ബോട്ടിക്കുണ്ട്, അമ്മയ്ക്ക് തയ്യൽക്കടയുണ്ട്, അമ്മ ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം അമ്മ ഇടപെടും. ഇപ്പോൾ എൻ്റെ ഭാര്യ അവൾ ഡാൻസ് ചെയ്യാറുണ്ട്, അവൾ ആങ്കറായിരുന്നു, ഇപ്പോൾ പാലാ കോടതിയിൽ അഭിഭാഷകയാണ്. ഇപ്പോഴും ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. അവളുടെ പാഷൻ എന്ന് പറയുന്നത് ഡാൻസാണ്. ആ ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. ആ സ്പേസ് നമ്മൾ എപ്പോഴും കൊടുക്കണം. അല്ലാതെ ഇവർ വീട്ടിലിരുന്ന് പിള്ളേരെ നോക്കാൻ വേണ്ടി മാത്രമുള്ള ഉപകരണങ്ങളാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ആ തെറ്റുണ്ടാകുന്നത്. എന്നാൽ സമൂഹത്തോടും കുടുംബത്തോടും സ്ത്രീക്ക് വലിയ പ്രതിബദ്ധത ഉണ്ടാകണം. കാരണം ആ സ്ത്രീ കൃത്യമല്ലെങ്കിൽ കുടുംബമില്ല. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഒരു പുരുഷനല്ല, ഈ ഒരു കുടുംബത്തിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ആ സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീ വിചാരിക്കാതെ ഒരു കുടുംബം നന്നായിട്ട് പോകില്ല. ആ കടമ നിർവഹിച്ച് സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ എവിടം വരെ എത്താൻ പറ്റുമോ അതിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പുരുഷൻ്റെയാണ്. പിന്നെ ഇപ്പം നടക്കുന്ന വിവാദങ്ങൾ അത് ഈ മറ്റേ തടിയുടെ വളവിനും ആശാരിയുടെ പണിക്കും കുഴപ്പമുണ്ട്, 2 വശത്തും കുഴപ്പമുണ്ട്. സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ മോശമായി പെരുമാറിയാൽ അവർക്ക് പരാതി കൊടുക്കാൻ അവകാശമില്ലേ? ഇല്ല. എന്നാൽ പരസ്പര ധാരണയോടുകൂടി ഈ ആവശ്യമില്ലാത്തതെല്ലാം ഒപ്പിച്ചിട്ട് പിന്നെ പരാതിയായിട്ട് പോകുന്നതിലും അർത്ഥമില്ല. നിയമങ്ങളെപ്പോഴും നമുക്കറിയാം, എല്ലാ നിയമങ്ങളും നിയമത്തിൻ്റെതായ ലൂപ്ഹോൾസ് ഉണ്ട്. നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാറുമുണ്ട് ധാരാളം. ഇപ്പോൾ സ്ത്രീക്ക് അനുകൂലമായ എത്രയോ നിയമങ്ങൾ എത്രയോ പാവപ്പെട്ടവന്മാർ ജയിലിൽ കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ ആ നിയമങ്ങളില്ല എങ്കിൽ ഇവിടെ സ്ത്രീക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ വർദ്ധിക്കുമെന്നുള്ള യാഥാർത്ഥ്യമല്ലേ? മനസ്സിലായില്ലേ? പിന്നെ പൊതുസമൂഹം ഇതിൻ്റെ പുറകെ അധികം പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു MLA റിലേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ളൊരു കഥ വന്നു. അത് ക്രിമിനൽ കേസിൻ്റെ ആസ്പെക്റ്റിൽ ചർച്ച ചെയ്ത് പോയാൽ പോരെ. കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ, കേരളത്തിൻ്റെ മീഡിയ മുഴുവൻ, കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ അതിൻ്റെ പുറകെ ഓടുക. എന്താ ലക്ഷ്യം? അതിന് പുറകിലൊരു കള്ളത്തരമുണ്ട്. കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യരുത്, കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യരുത്. ഇപ്പം മോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളല്ലേ, അത് കേരളത്തിലെ ഓരോ ചെറുപ്പക്കാരുകളുടെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ രാഷ്ട്രീയ നേതൃത്വം ഉത്തരം പറയുന്നുണ്ടോ? ആ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഇത്തരം വിവാദങ്ങൾ മാറ്റിവെക്കുക, വികസനം ചർച്ച ചെയ്യുക. അതാണ് എൻ്റെ അഭിപ്രായം. പഞ്ചായത്ത് മെമ്പറായിരിക്കെ ഒരുപാട് വർഷം ജില്ലാ പഞ്ചായത്ത് സമയത്ത് നമുക്ക് തൃപ്തി, നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു തൃപ്തി തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ? അങ്ങനെ സംതൃപ്തി തോന്നിയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ് കാര്യങ്ങളുണ്ടോ? സംതൃപ്തി തോന്നിയിട്ടുള്ളത് കുടിവെള്ളമില്ലാത്ത പിഴവില പുഞ്ചറ എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസ് കണ്ടിട്ടുണ്ട്. അവിടെ 153 കുടുംബങ്ങൾക്ക് വെള്ളമില്ലായിരുന്നത് പുഴപ്പൂഞ്ചറയിൽ നിന്നും വെള്ളമെടുത്ത് 153 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റി. അതുപോലെ മാളിക എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ 45 ലക്ഷം രൂപ മുടക്കി വലിയൊരു കുടിവെള്ള പദ്ധതി മുടക്കി അവിടെ വെള്ളമില്ലാത്ത പ്രദേശത്ത്. ഇതൊക്കെ നമുക്ക് പേഴ്സണലി അഭിമാനമുള്ളതാണ്. എന്നാൽ ഒരു ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ നമുക്ക് ടൂറിസം മേഖലയിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോൾ കട്ടിക്കയം അരുവി, അവിടെ നല്ലൊരു പ്രോജക്റ്റ് ഞാൻ ചെയ്തു. പിന്നെ ഈ 5 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വരുന്ന 22 ടൂറിസ്റ്റ് സ്പോട്ടിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഈ 5 വർഷം കൊണ്ട് ഞാൻ സമർപ്പിച്ചു. ഇനി അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഞാൻ 5 വർഷം കൊണ്ടാണ് ഞാൻ ആ പ്രോജക്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രോജക്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രോജക്റ്റ് നടപ്പിലാക്കിയാൽ ഞങ്ങളുടെ ജില്ലയിൽ നിന്നും ഇനി ആരും വിദേശത്ത് പോവില്ല.
ഓക്കെ. ഇപ്പോൾ പിതാവിൽ നിന്ന് പി.സി. ജോർജ് സാറിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നാളെ എന്ത് സംഭവിക്കുമെന്ന് നോക്കാതെ വെട്ടി തുറന്ന് പറയാൻ ഏത് കാര്യം പറയാനും ഒരു മടിയില്ലാത്ത ഒരാളാണ് പപ്പ. അത് പപ്പയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. കാരണം നാളെ എന്ത് സംഭവിക്കും, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഇതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ ഭാവിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളല്ല പപ്പ അത് പറഞ്ഞിരിക്കും. അത് എന്തിനു വേണ്ടി, അതിപ്പോൾ എനിക്കെതിരെയാണെങ്കിൽ പോലും പപ്പ പറയും. അതാണ് പപ്പയുടെ ക്വാളിറ്റി. 40 വർഷം 33 വർഷക്കാലം MLA ആയിരുന്ന ആളാണ്. 1 രൂപ രാഷ്ട്രീയം കൊണ്ട് ജീവിതത്തിൽ സമ്പാദിക്കാത്തൊരു മനുഷ്യൻ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറെ അഭിമാനമാണ്. അതിൻ്റെ പേരിൽ ഒത്തിരി ക്രൈസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ ഒരു കാര്യമാണ്. പി.സി. ജോർജ് സാറിന് എപ്പോഴും ഓപ്പോസിറ്റ് നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ സാർ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ മാണി സാറിനെ കുറിച്ചാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഗുണവും ദോഷമുണ്ട് എങ്കിൽ പോലും മാണി സാറിനെ ഞാൻ പ്രത്യേകിച്ചും കോട്ടയത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, മധ്യകേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മാണി സാറിനും പഠിക്കാൻ ധാരാളമുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ ആളുകളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, എല്ലാ ആളുകളെയും ചിരിച്ച് കാണിച്ച് എല്ലാവരോടും സൗമ്യമായി ഇടപെടുന്ന ഒരു രീതി, ഞാനത് ഒത്തിരി ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്കത് വലിയ ഇഷ്ടമാണ് ആ കാര്യത്തിൽ മാണി സാർ. പിന്നെ ആളുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ ഒക്കെ അത് എന്തു ചെയ്യുന്നു എന്നുള്ളതല്ല, ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അത് അത്ര ഫോളോ ചെയ്യാറില്ല. പക്ഷേ ആ തോന്നലുണ്ടാക്കും പുള്ളി ഭയങ്കരമായിട്ട്. എനിക്ക് മാണി സാർ എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ നമുക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒത്തിരി ഘടകങ്ങൾ ആസ് എ പൊളിറ്റീഷ്യൻ അദ്ദേഹത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ, പ്രത്യേകിച്ചും ആളുകളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ പുള്ളിയെ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്ര വർഷത്തെ ഒരു ജേണിയിൽ ഷോൺ ജോർജ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പഠിച്ചൊരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ? ഞാൻ ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെന്യുവിനായിരിക്കുക, റിസൾട്ട് പെട്ടെന്നായിരിക്കണമെന്നില്ല. ഞാൻ അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കില്ലാത്ത കാര്യം നടക്കില്ലെന്ന് പറയണമെന്ന് തന്നെയാണ്. അതെൻ്റെ അപ്പലിൽ ഞാൻ പഠിച്ചതാണ്. പക്ഷെ അപ്പം ഈ പറയുമ്പോൾ അത്ര ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ പിന്നീട് നമ്മളിലേക്ക് എത്തും അത്. കാരണം നമ്മളോടൊന്ന് പിണങ്ങിപ്പോവും, ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരും, അവർക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞായിരുന്നു സത്യം. കുറച്ചുകൂടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക. അത് രാത്രിയും പാതിരായില്ലാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയണം. അതെനിക്ക് കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു നടനാണ് ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ മരുമകൻ എന്ന നിലയിൽ ഒരു സ്നേഹവും കരുതൽ എപ്പോഴും ഞങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് തന്നെയുണ്ട്. ഇപ്പം അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്? പപ്പ, ഞാൻ 2007 ആണ് ഞാനും പാറും തമ്മിലെ കല്യാണം. 5 വർഷക്കാലമാണ് പപ്പയുടെ ഒരു നല്ല കാലത്ത് എനിക്ക് പപ്പയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം എനിക്കൊരു നഷ്ടം സംഭവിച്ചു. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തമാശകൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ജഗദീഷ് കുമാർ ഫാനായിരുന്നു. എനിക്ക് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തമാശകൾ അത്ര ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഈ പിന്നെയുള്ള സിനിമകൾ വരുമ്പോൾ എല്ലാം എനിക്ക് പപ്പയാണല്ലോ. ഞാൻ അത്ര ക്ലോസ് ആയതുകൊണ്ട് എന്നോട് വലിയ കാര്യമായിരുന്നു. മാത്രമല്ല വലിയ കരുതൽ അദ്ദേഹത്തിനെ കുറിച്ചുണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിലും ഒരു 2 ആഴ്ച, ഒരു 20 ദിവസത്തിനുള്ളിൽ കറങ്ങി പുള്ളി വീട്ടിൽ വരും. വീട്ടിൽ വന്നാൽ പിന്നെ രസമാണ്, ഒരു ആഘോഷമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾ അവിടെ പോകും, അല്ലെങ്കിൽ പപ്പ ഇവിടെ വരും. ഞാൻ കൂടുതൽ ഇവിടെയാണല്ലോ, അപ്പോൾ ഇവിടെ വരും. വന്നാൽ ഒന്നെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമുള്ള മീൻ തലയോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുള്ളൂ. നേരെ വന്ന് എൻ്റെ അമ്മയുടെ കൂടെ അടുക്കളയിലോട്ടാണ്. പിന്നെ അമ്മയും പാറും പപ്പായും കൂടെ കുക്കിങ്ങാണ്. പുള്ളി കുക്ക് ചെയ്ത് രാവിലെ കാണുകയല്ല ആളെ. രാവിലെ 5 മണിക്ക് മുമ്പ് പുള്ളി പോകും. ഒരു രാത്രി ഒരു ആഘോഷം, പപ്പായുടെ കൂടെ ഒരു ആഘോഷം, വൈകുന്നേരം ഒന്ന് കിടന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് പിന്നെ പുള്ളിയുടെ അറിയാലോ, ഒരു സെറ്റിൽ നിന്നും അടുത്ത സെറ്റിലോട്ട് പോകുന്നതിൻ്റെ ഗ്യാപ്പിനിടയിലാണ് ഞങ്ങളെ കാണുന്നത്. അങ്ങനെ പപ്പായുടെ ഒരു ആക്സിഡൻറ്റിന് ശേഷം വലിയൊരു ക്രൈസിസിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇപ്പോഴും ആ മാനസികമായ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും പാറുമൊന്നും റിക്കവർ ആയിട്ടില്ല സ്റ്റിൽ. അപ്പം അതൊരു നമുക്ക് ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യമായി. ഇപ്പം പറഞ്ഞില്ലേ, ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകൻ്റെ സ്ഥാനത്ത് ജീവിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നൊരു ഭാഗ്യമല്ലേ മനുഷ്യനും. അത് ഞാൻ ഏറെ ആദരവോടുകൂടി കാണുന്നു. അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് മലയാള സിനിമയ്ക്ക് മാത്രമല്ല വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇപ്പം നമ്മുടെ ഈ പറയുന്ന മരുമകനാവുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കാണാറുണ്ട്. പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുണ്ടോ അങ്ങനെ എപ്പോഴും സംസാരിക്കുന്നത്? യോധ, കിലുക്കം, അതൊക്കെയാണ്. പിന്നെ ഇന്നൊന്നുമില്ല, പ്രത്യേകിച്ച് ഇത് രണ്ടും ഫേവറേറ്റ് ആണ്. പ്രത്യേകിച്ച് അപ്പുകുട്ടനാണ് എൻ്റെ ഏറ്റവും. നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോഴും പപ്പ ഇതെല്ലാം ആസ്വദിക്കണ്ടോ. അപ്പോൾ ഇപ്പോഴും എല്ലാ ദിവസവും ഒരു 2 മണിക്കൂറെങ്കിലും TV കാണും.
ഇതെല്ലാം കാണുന്ന പുള്ളി ഇതെല്ലാം ആസ്വദിക്കുന്ന ഒരു ഫിലിം. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയൊരു മൊമെന്റ് ഓർമ്മയുണ്ടോ? പാറുവുമായി ഞാൻ ഇഷ്ടമായതിനു ശേഷം ഞാൻ കണ്ടുമുട്ടിയ ഒരു മൊമെന്റ്, അത് കോമഡി ആയിരുന്നു. അപ്പം പാറു പറഞ്ഞു, പപ്പ എൻ്റെ മദറിലോടെ വീട് കാഞ്ഞിരപ്പള്ളിയില്ല, ഞങ്ങളുടെ 10-12 കിലോമീറ്റർ ഉള്ളൂ. അപ്പം ഏറെക്കുറെയൊക്കെ അവിടെ ഇവിടെയൊക്കെ അറിഞ്ഞു. അപ്പം എൻ്റെ വീട്ടിലും അറിഞ്ഞു. പാറുവിനെ എൻ്റെ അമ്മ കണ്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടെ ഏറെക്കുറെ ഒന്നും ഓക്കെ ആയി. പക്ഷെ പാറു പപ്പായോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇങ്ങനെ എനിക്ക് ഇഷ്ടമുണ്ട്, ആലോചിക്കട്ടെ, ഞാൻ പയ്യനെ കുറിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞ പുള്ളി അവസാനിപ്പിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ എൻ്റെ അമ്മായിമ്മയുടെ വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ പാറു പറഞ്ഞു, ഇവിടെ വന്ന് പപ്പായെ ഒന്ന് കാണണം, എന്നിട്ട് പപ്പായോട്, കാരണം പപ്പ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ ലക്ഷ്യമുള്ളല്ലോ, പറഞ്ഞ കെട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. അപ്പോൾ ഞാൻ നേരെ കാഞ്ഞിരപ്പള്ളിക്ക് ചെന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയി ചെന്നു, ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒന്ന് കുളിക്കായിരുന്നു, ഞാൻ അവിടെ ഇരുന്നു. അപ്പം അവിടെ എല്ലാവരും വന്നിങ്ങനെ മറ്റേ സൂവിലെ മൃഗത്തെ നോക്കുന്ന പോലെ, മറ്റേ ജിറാഫിനെ കാണുന്ന പോലെ ഓരോരുത്തരും വന്നിങ്ങനെ എന്നെ നോക്കിയിട്ട് പോകുന്നുണ്ട്. ഞാനിങ്ങനെ ഉരുകിയിരിക്കുകയാണ്, വന്നിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് കിട്ടക്കിടക്കിടയെന്ന് ഇരിക്കുന്നുണ്ട്. ഒന്നാമത് ഇരിക്കുന്ന ജഗതി ശ്രീകുമാറാണ്, പിന്നെ ഇങ്ങനെ ഒരു വിഷയം നിൽക്കുന്നു. നമ്മൾ കാണുന്ന കോമഡി ക്യാരക്ടർ അല്ലല്ലോ നമുക്ക് സ്വാഭാവികം. വളരെ കാര്യമായിട്ട് വന്ന് കൈ തന്ന് കെട്ടിപ്പിടിച്ചു ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പാറുവിൻ്റെ സീനിയറായിട്ടാണ് പഠിച്ചത്, എൻ്റെ പേരിനാണ്, PC ജോർജിൻ്റെ മോനാണ്, ഞങ്ങളിവിടെ ഇവിടുന്ന് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ മുമ്പോട്ട് പാറുവിൻ്റെ കൂടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പുള്ളിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നോട് ഒന്ന് ചോദിച്ചല്ലോ എന്നുള്ളൊരു നിലയിൽ പുള്ളിയെ സംസാരിച്ച് നോക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ PC ജോർജുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. ഓക്കെ എന്ന് പറഞ്ഞ് ഒരു ചായ കുടിച്ചു. ഞാൻ പോയി, അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ, പിന്നെ എല്ലാം ഒരു പുകയായിരുന്നു. പിന്നെ എല്ലാം ടപ്പടപ്പെട്ട് പോയെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ആളും കൂടെ ഒക്കെ കറങ്ങി വന്ന് പയ്യക്കല്ലേളം കഴിക്കണമെന്നായിരുന്നു. പക്ഷേ ആരും സമ്മതിച്ചില്ല. പഴയത് പിടിച്ച് കിട്ടി. LLB കഴിഞ്ഞ് പുറത്തിറങ്ങി പിറ്റേ ദിവസം രാവിലെ കല്യാണം എന്നുള്ള അവസ്ഥയായിരുന്നു. കാരണം ഞങ്ങൾ തിരുവനന്തപുരത്തൂടെ കറങ്ങി നടക്കും. അപ്പോൾ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഒരു കള്ളത്തരമുണ്ടായിരുന്നു. കാരണം ഇത് എല്ലാവരും അറിയിച്ചില്ലെങ്കിൽ ഇത് മുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പത്രക്കാരും എല്ലാവരും അറിയുന്നത് അവരെല്ലാം ഉള്ളിടത്ത് പോയി ഞങ്ങൾ ചായ കുടിക്കും. എല്ലാ ചായ കുടിക്കും സകല പത്രക്കാരും ഉള്ളിടത്ത്. പിന്നെ അങ്ങനെ ഗോസിപ്പ് പുറത്ത് വന്നാൽ ശരിക്കും ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഗോസിപ്സാണ്. അതങ്ങനെ പറഞ്ഞ് ആരും ചോദിച്ചു ആണ്, ഞാൻ വളരെ ഇഷ്ടമാണ്, എൻ്റെ കുഴപ്പം. അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് കിടന്ന് ഓടി. അപ്പോൾ VS ഒരു ദിവസം പപ്പായ വിളിച്ചു. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഇതാണ്. VS പപ്പായ വിളിച്ചിട്ടുണ്ട്. ഞാനൊരു വാർത്ത കിട്ടുന്നു, പുള്ളി CM ആണ്, മുഖ്യമന്ത്രിയാണ്. പപ്പായിട്ട് അദ്ദേഹത്തിന് വലിയ അടുപ്പാണ്. ഞാൻ പറഞ്ഞാൽ ഞാനൊരു വാർത്ത കേട്ടു, ശരിയാണോ എന്ന് ചോദിച്ചു. എന്താ സഖാവ്? ഇപ്പം പറഞ്ഞിങ്ങനെ തൻ്റെ മോനും ജഗതിയുടെ മോളുമായിട്ട് ഇഷ്ടത്തിലാന്നൊക്കെ. സ്പെഷ്യൽ ഇൻ്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയാൻ സമയം വേണ്ടല്ലോ. എനിക്കും കുഴപ്പമൊന്നുമില്ല, അവിടെ പെങ്കൊച്ചിനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം കുറച്ച് കഴിഞ്ഞ് പിടിച്ച് കെട്ടിച്ച് വിട്ടേക്കാം, കുറച്ച് കഴിയണ്ട. ഇങ്ങനെ തനിക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ താമസിപ്പിക്കണ്ട, അത് കാരണവന്മാരുടെ ഒരു തീരുമാനമായിട്ട് കുട്ടിക്കും. അങ്ങനെ പ്ലാൻ തനിക്കുണ്ടെങ്കിൽ പെട്ടെന്ന് കെട്ടിക്കണം, അതാണ് അതിൻ്റെ ഒരു ശരി. വെച്ചോണ്ടിരുന്നാൽ അതൊന്നും ശരിയാകില്ല. ഒരു കല്യാണം ഉറപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ നീണ്ടുപോകാൻ പാടില്ല, അത് നടത്തണം. അങ്ങനെ VS പറഞ്ഞു. പിന്നെ VS പറഞ്ഞാൽ പിന്നെ പപ്പായ്ക്ക് പറയാം അപ്പുറത്തപ്പുറത്തൊന്നും നോട്ടമില്ല. ഞാൻ വരുന്നു ഉടനെ കല്യാണം തോന്നി. പിന്നെ ഒന്നും ഞാൻ അറിഞ്ഞു പോലും ഇല്ല, എല്ലാം പെട്ടതായിരുന്നു. ഇപ്പൊ അമ്പിളിച്ചേട്ടന്റെ സിനിമകളിൽ ഇപ്പൊ രാഷ്ട്രീയത്തിലെ ആക്ഷേപഹാസ്യങ്ങൾ നമ്മുടെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. റിയൽ ലൈഫിൽ നിങ്ങൾക്കിടയിൽ രാഷ്ട്രീയം സംസാരത്തിൽ എങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്? പപ്പായ്ക്ക് അങ്ങനെ അന്ധമായിരുന്നു. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് മാരിവാനസ് കോളേജിൽ അദ്ദേഹം ആർട്സ് ക്ലബ് സെക്രട്ടറിയായിരുന്നു. അദ്ദേഹത്തിന് അന്ധമായ ഒരു രാഷ്ട്രീയ അടിമത്തമല്ല. അദ്ദേഹത്തിന് ഏത് കാര്യം ഭയങ്കരമായ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനാണ്. നന്നായിട്ട് വായിക്കുന്ന മനുഷ്യനാണ്. ഭയങ്കരമായി പൊളിറ്റിക്സ് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പപ്പായയുടെ ഞാനുമായിട്ട് അങ്ങനെ രാഷ്ട്രീയം സംസാരിക്കില്ലായിരുന്നു. പക്ഷേ പപ്പായുടെ അടുത്ത് വന്നു കഴിയുമ്പം പപ്പ പഠിക്കുന്ന പോലെ തന്നെ ഈ സമൂഹത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പബ്ലിക് സ്പീച്ചസ് ഗംഭീരമാണ്. അതായത് ഈ നമ്മൾ സിനിമയിൽ കാണുന്ന ജഗതി ശ്രീകുമാർ അല്ല, ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ ഒരു വേറെ ലെവലാണ്. അത്രയും പഠിക്കും പുള്ളി. ഭയങ്കരമായ ഒരു
സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇപ്പം അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ആക്ച്വലി. ഒരു ചെസ്റ്റ് കഞ്ചഷനായിട്ട് വന്നു. കുഴപ്പമൊന്നുമില്ല. PRSൽ അഡ്മിറ്റാണ്. പാറോടെയാണ്. വേറെ പേടിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ബട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഒരു പേടി. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നുള്ളൂ. 2 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊഴിച്ചാൽ ഈസ് ഓക്കെ. ഇപ്പം ശബരിമലയിലെ കട്ടില മോഷണം അതിപ്പോൾ പ്രതിയെ നമ്മൾ കണ്ടുപിടിച്ചു എങ്കിലും കണ്ടുപിടിച്ചിട്ടില്ല, ഇനിയുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ വാർത്തകൾ വരുന്ന സമയത്ത് എപ്പോഴും ചിന്തിക്കുന്നത് കാര്യം ഈ മോഷണങ്ങൾ സംഭവിക്കാനുള്ളൊരു കാരണം എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയ്ക്കൊരു വ്യവസായപരമായ സിസ്റ്റം ഉണ്ടാകണം. അത് ഇന്ന പാർട്ടിയൊന്നുമില്ല. അവിടെ ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവനെല്ലാം മോട്ടിച്ചിട്ടുണ്ട്. അതൊരു ചക്കരക്കുടമാണ്. അത് കൈകിട്ട് എല്ലാവരും അത് മോട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഒരു ലോബിയുണ്ട് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന. ഇവരെല്ലാം ആരവിടെ എത്ര ആദർശമുള്ളവൻ ചെന്നാലും അവനെല്ലാം പിഴപ്പിക്കുന്ന ഒരു ലോബി അവിടെ ഉണ്ട്. അതെല്ലാം കച്ചവടക്കാരാണ്. അതൊന്നും അയ്യപ്പന് ഇവരൊക്കെ അവിടെ ഭക്തരായി അഭിനയിക്കും. പക്ഷേ അവരെല്ലാം കച്ചവട സമൂഹമാണ്. അവരുടെ ലക്ഷ്യം ശബരിമലയുടെ നന്മയോ ഒന്നുമല്ല. പിന്നെ നിരീശ്വരവാദികളായ കുറേ ആളുകളെ അവിടെ കൊണ്ട് വെക്കും. ഞാൻ പാർട്ടി പറയുന്നില്ല, പറയാതെ മനസ്സിലാവും. ഈ നിരീശ്വരവാദികളും ഈ തട്ടിപ്പുകാരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമാണ് ശബരിമല. ശബരിമലയ്ക്ക് മാത്രമായി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടാകണം. അത് ദേവസ്വം ബോർഡിന് കീഴിലായിരിക്കില്ല. ശബരിമലയ്ക്ക് മാത്രമായി അത്തരത്തിലുള്ള ബോർഡ് ഉപയോഗിക്കണം. അത് ജനപ്രതിനിധികളുണ്ടാകണം, MLA-മാരുണ്ടാകണം, MP-മാരുണ്ടാകണം, വിവിധ സമുദായങ്ങളെ പ്രതികരിക്കുന്ന നേതൃത്വങ്ങളുണ്ടാകണം. അതിനൊക്കെ ഒരു വ്യവസായമായ സിസ്റ്റം ഉണ്ടാകണം. പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ മേഖലയിലൊക്കെ ഒരു വികാരമാണ്. അതിന് ജാതി മത ചിന്തകളൊന്നുമില്ല. അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ സ്വത്താണ് അയ്യപ്പൻ. നമ്മുടെ എല്ലാവരുടെയും വികാരമാണ്. ആ അയ്യപ്പൻ്റെ ആ പൂങ്കാവനത്തെ ഇവന്മാർ വികസിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞു. സത്യമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ ഇല്ല. ആ ശ്രീകോവിലിന് ചുറ്റുവട്ടം പണിത് വെച്ചേക്കുന്ന കെട്ടിടങ്ങൾ, ഒരവസരം തന്നാൽ ആ ശ്രീകോവിൽ അവിടെ നിർത്തി 6 മാസം തന്നാൽ നമുക്ക് തിരുപ്പതി പോലെ ആക്കിയെടുക്കാം. ഇത്രയും പൈസ ഒരു വർഷം 100-150 കോടി രൂപ കൊണ്ട് അയ്യപ്പന്മാരിട്ടിട്ട് പോകുന്നതാണ്. മനസ്സിലായില്ല? അവിടെ കിട്ടുന്നുണ്ട്. വേറെ പുറത്തുനിന്നൊന്നും പണം കിട്ടുന്നുണ്ട്. ആ പണം ശബരിമലയുടെ വികസനത്തിന് ഉപയോഗിച്ചാൽ ശബരിമല എവിടെ നിൽക്കും? എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്യാം. അവിടെ വരുന്ന ഈ ഭക്തർക്ക് സത്യം പറഞ്ഞാൽ പമ്പ മുതൽ മൂക്ക് പൊത്തിപ്പോകേണ്ട അവസ്ഥയാണ്. എല്ലാ വർഷവും ഇത് നടക്കുന്നില്ലേ? എല്ലാ വർഷവും ജനം വരുന്നില്ലേ? ഈ കഴിഞ്ഞ മകരമാസം അല്ലെങ്കിൽ നട തുറക്കുന്ന ദിവസം കേരളം മുഴുവൻ പ്രാർത്ഥിച്ചു അവിടെ അപകടമൊന്നും സംഭവിക്കില്ലെന്ന്. ലക്ഷങ്ങൾ വന്ന് അവർ 7 മണിക്കൂറൊക്കെ വെയിലത്ത് 2-3 വയസ്സുള്ള കുട്ടികൾ ക്യൂവിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥയെന്നല്ല. ഇവർക്കറിയില്ലേ ഇത് ചെയ്യാൻ? ഇവർക്കിത് മാനേജ് ചെയ്യാൻ അറിയത്തില്ലേ? അത് ബുക്കിംഗ് കറക്റ്റല്ലേ? അവരെ കടത്തിവിടുന്ന കാര്യത്തിൽ നോക്കണ്ടേ? അത് എല്ലാ സ്ഥലത്തും സ്ക്രീൻ ചെയ്ത് വിടണ്ടേ? ഇത് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പോകുന്നതല്ലേ? ഞാൻ പറയുന്നു 6 മാസം വിട്ടുതാ ശബരിമല. 6 മാസം. മനസ്സിലായില്ലേ? ഞാൻ ശരിയാക്കി തരാം. അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടാവണം. അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കൃത്യമാണ്. അവിടുത്തെ താമസം കൃത്യമാകണം. ഇതിനെല്ലാം പൈസ തരാൻ അയ്യപ്പന്മാർ തയ്യാറല്ലേ? പിന്നെ എന്തിനവർക്ക് പൈസ മുടക്കാൻ? 6 ലക്ഷം കോടി രൂപ കിഫ്ബിയിൽ നിന്ന് പണം കടമെടുത്ത് എന്തൊക്കെ കാണിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, ഒന്നും കാണാനില്ല. എന്തുകൊണ്ട് ശബരിമലയ്ക്ക് ഒരു 5000 കോടി രൂപ മുടക്കില്ല? ആ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടുമല്ലോ. അയ്യപ്പന്മാർ തന്നെ കൊടുക്കില്ലേ? അതിനെ ഒരു സിസ്റ്റമാക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വർഗീയത പറയില്ല. അയ്യപ്പന്മാരെ പിടിച്ചു പറിയാണ് KSRT. ഈ 2 മാസം ഡിസംബർ ജനുവരി മാസം എടുത്ത് നോക്കി KSRTC ലാഭത്തില്ല. എന്തുകൊണ്ടാണ്? അയ്യപ്പന്മാരെ പിടിച്ചു പറിക്കാൻ. എന്തുകൊണ്ട് ഇവിടുന്ന് ഹജ്ജിന് പോകാൻ സബ്സിഡി കൊടുക്കുന്നുണ്ട്? മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഒരു 50 വയസ്സ് കഴിഞ്ഞ അയ്യപ്പന്മാർക്കെങ്കിലും KSRTC ഒരു ഫീസ് സർവീസ് കൊടുത്തുകൂടാ? അത് നിലയ്ക്കൽ നിന്ന് പമ്പയ്ക്ക് പോകുന്ന അതിന് കൃത്യമായി KSRTC പണം വാങ്ങുന്ന എത്ര രൂപയാണ്? ആ സർവീസെങ്കിലും ഒന്ന് ഫ്രീ ആക്കി കൊടുത്താൽ മേലെ. നിസ്സാരമായ കാര്യം. എന്തുകൊണ്ട് പറ്റുന്നില്ല? ശബരിമല എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റാണ്. അതിനെ സംരക്ഷിച്ച് നിർത്താൻ അവിടെ വരുന്ന നമ്മുടെ അതിഥികൾ, ഈ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അവിടെ എത്തുന്നുണ്ട്. നമ്മുടെ അതിഥികളാണ് അവർ ആരെങ്കിലും സന്തോഷത്തോട് തിരിച്ചു കൊണ്ടു. അയ്യപ്പനെ കാണുന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. പമ്പയിൽ ചെല്ലുമ്പം തന്നെ കഠിനമാണ്. പണ്ട് നമ്മൾ പറയാറുണ്ട്, കരിമല കയറ്റം കരിമൻ്റെ അയ്യപ്പൻ. ഇതാ പമ്പ ക്രോസ് ചെയ്യുന്നത് തന്നെ
കഠിനമാണ്. അത്രയും അവസ്ഥയാണ്. വലിയ ഗുരുതരമായ തെറ്റാണ് ശബരിമലയോട് മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നത്. ഇപ്പോൾ 2050 ആവുന്ന സമയത്ത് ശബരിമലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 2050 വേണ്ട, ഞങ്ങളൊന്ന് ഭരിക്കട്ടെ, ഒരു കൊല്ലം കൊണ്ട് മാറും. ഒറ്റ കൊല്ലം, ഒരു വർഷം BJP ഒന്ന് ഭരിക്കട്ടെ, ശബരിമല എന്താകുമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരികയാണെങ്കിൽ? അവിടെ വരുന്ന ഓരോരുത്തർക്കും നല്ല സുഖമായി താമസിക്കാൻ, അവിടുത്തെ അടിസ്ഥാനപരമായ ലാട്രിൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, അവിടുത്തെ റോഡ് സിസ്റ്റം, അവിടെ വരുന്ന അയ്യപ്പന്മാർക്കുള്ള എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യാൻ വലിയ കോടികളൊന്നും വേണ്ട. ഒരു 500 കോടി രൂപയ്ക്കല്ല ശരിയാവും. ആ തുക കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. അവിടെ ഇപ്പോൾ പണിത് ഓരോ ഭരണസമിതി വരുമ്പോൾ അവരുടെ കാലത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി പണിത് വെച്ചെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് മാസ്റ്റർ പ്ലാനിൽ, ശബരിമല മാസ്റ്റർ പ്ലാനിൽ എല്ലാത്തരം ഇപ്പം ഈ ബഡ്ജറ്റിലും പറഞ്ഞിട്ടുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ. ഇത് ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്? വിവരമുള്ളവനിരുന്ന് 10 ദിവസം കൊണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ പൊളിച്ച് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് ശ്രീകോവിൽ ഒഴികെ അതിന് ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മുഴുവൻ കെട്ടിടങ്ങളും ഈ അനധികൃത നിർമ്മാണങ്ങളും പൊളിച്ചു കളഞ്ഞ് അതിന് കൃത്യമായ പ്ലാനിങ്ങിൽ അവിടെ ക്രമീകരിക്കാൻ കഴിയണം. അത് കഴിയും, വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയും. എനിക്കൊന്ന് ഈ കോൺവെർസേഷൻ സമയത്ത് തന്നെ ഒരു 10 വർഷം കൊണ്ട് മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അത് എനിക്കൊന്ന് കേരളത്തിൽ അത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുന്നു, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ്. അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ വരട്ടെ 10 വർഷം കൊണ്ട് തന്നെ. ഇപ്പം നമ്മൾ 2050 ആവേണ്ട, അതിനു മുമ്പേ 10 വർഷം കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കും. കേരളത്തിൽ അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. നമുക്ക് ഈ മാറ്റങ്ങൾക്കൊന്നും വലിയ സമയമൊന്നും വേണ്ട. ഓൾ ഇന്ത്യ തലത്തിൽ 2047 എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജലസേചനം ഒരു വലിയ പ്രശ്നമാണ്. ചില ആളുകളുടെ കൃഷി മാത്രമായിട്ട് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. കൃഷി, IT, ടൂറിസം ഇതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാം വിത്തിൻ വളരെ ചെറിയ സമയത്ത്. അങ്ങനെ കാഴ്ചപ്പാടുള്ള നേതൃത്വം ഉണ്ടാകണം. ആ മാറ്റങ്ങൾക്കായിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ മാറ്റങ്ങൾ ഓരോന്നായി സംഭവിക്കട്ടെ. അപ്പം തുടരുക, യാത്ര തുടരുക. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.